പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ചൂരൽ മലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ മഴ പെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ, എന്നാൽ ഇപ്പോൾ അല്പം ശമനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിജയകുമാറുണ്ട് വിവരങ്ങളുമായി. വിജയകുമാർ, ഇപ്പോൾ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ടെന്ന് തോന്നുന്നു. കാഴ്ചകളാണ് ചൂരൽമലയിൽ നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ട് മുന്നിൽ, അതായത് ഈ രക്ഷാപ്രവർത്തകർ അവർ തിരയുന്ന ആ ഭാഗത്ത് അവിടെ ഒരു വീടുണ്ടായിരുന്നതാണ്. മനുജ, ഇത് ചൂരൽമലയിലെ കാഴ്ചകളാണ്. ചൂരൽമലയിൽ നമ്മൾ ഈ നിൽക്കുന്നതിന് തൊട്ട് മുന്നിൽ, അതായത് ഈ രക്ഷാപ്രവർത്തകർ അവർ തിരയുന്ന ആ ഭാഗത്ത് അവിടെ ഒരു വീടുണ്ടായിരുന്നതാണ്. ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അവരുടെ ആ വീട്ടിൽ ഉള്ളവരുടേതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്ന രേഖകളൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോൾ ആളുകളെ തിരിച്ചറിയാനൊക്കെ ഇത്തരം ഡോക്യുമെൻ്റ് ഒക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അതൊരു മൺകൂമ്പാരമായി മാറി. ഇവിടേക്ക് വലിയ മരങ്ങളും തടി കഷ്ണങ്ങളും അതുപോലെ തന്നെ കല്ലുകളുമൊക്കെ വന്നടിഞ്ഞ് അവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന അങ്ങനെ തോന്നാത്ത തരത്തിലേക്ക് ആ ഭൂമി തന്നെ മാറിയിരിക്കുകയാണ്. ഇതിന് ചുറ്റുപാടുമുള്ള വീടുകൾ മുഴുവൻ തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. ഒരുപക്ഷേ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആ മൺകൂമ്പാരത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നവരെ പറ്റി, അതായത് ഇവിടെ ഈ ഭാഗത്ത് കാണാതായ ആളുകളെ പറ്റി ചില വിവരങ്ങൾ ഇതിനോടകം രക്ഷാപ്രവർത്തകർക്ക് ഈ നാട്ടുകാരൊക്കെ നൽകിയിരുന്നു. അവർ ക്യാമ്പുകളിലില്ല, അതുപോലെ തന്നെ അവർ ആശുപത്രികളിലോ ചികിത്സയിലില്ല, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവരെവിടെ പോയി എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അവരെ കാണാനില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മളുടെ വിലയിരുത്തൽ. അവരെവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ഇതുവരെ ദൗത്യ സംഘത്തിലെ ആർക്കും, അന്വേഷണ പ്രത്യേകിച്ച് ഈ തെരച്ചിൽ സംഘത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ഒരു വീട് ഏതാണ്ട് പാതിമുക്കാലും മണ്ണിനടിയിലേക്ക് ചൂരൽമലയിൽ കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള വീടുകളെല്ലാം ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥയിലാണ്. അതിനിടയിലൂടെ ഈ പുഴ അങ്ങനെ കര കയറി ഒഴുകുകയായിരുന്നു. മറ്റൊരു വീടും ഏതാണ്ട് പൂർണ്ണമായും മണ്ണിനടിയിൽ ആയിരുന്നു. ഇവിടെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു, ചൂരൽമല വില്ലേജ് ഓഫീസ്. അതിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന് ചുറ്റും ഈ കടകളും വീടുകളും ഒക്കെയായി ഒരു വലിയ ജനവാസ മേഖല തന്നെയായിരുന്നു.